പ്രവാചകൻ എബ്രഹാം അഥവാ ഇബ്രാഹിം നബി, അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ധാരാളം അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ പ്രവാചക കുലപതിയായി അംഗീകരിച്ച് അങ്ങേയറ്റം ആദരിക്കുന്നു. ഇനി മുസ്ലിങ്ങളാണെങ്കിൽ നിത്യേന നിർവഹിക്കുന്ന 5 നമസ്കാരങ്ങളിലും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ആരാധനാകർമ്മമായ ഹജ്ജ്, ഉംറ ഇതൊക്കെ നിർവഹിക്കുന്നവർ പ്രസ്തുത കർമ്മങ്ങളിൽ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നു. ആ ആരാധനാകർമ്മങ്ങളിലൊക്കെ മിക്ക അനുഷ്ഠാനങ്ങളും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച് പറഞ്ഞത് ഇബ്രാഹിം എന്ന പ്രവാചകനെ പറ്റിയാണ്. അദ്ദേഹത്തെ തൻ്റെ ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ദൈവം ഒരു സൂക്തത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് ഒരു സമുദായമായിരുന്നു. അദ്ദേഹം ദൈവത്തിന് കീഴൊതുങ്ങി പരിപൂർണമായും അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു. അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുക്കുകയും ഏറ്റവും നേരായ വഴിയിൽ നയിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബിയെ മനുഷ്യലോകത്തിൻ്റെ നേതാവാക്കി. ഇങ്ങനെ വിവിധ സൂക്തങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു ഖുർആൻ സൂക്തത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഇബ്രാഹീമിൻ്റെ മാർഗം വെറുക്കുമോ? സ്വയം വിഡ്ഢിയായവനല്ലാതെ. ഈ ലോകത്ത് നാം അദ്ദേഹത്തെ മികവുറ്റവനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി പരലോകത്താകട്ടെ അദ്ദേഹം സന്മാർഗികളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇബ്രാഹീമിന് സമാധാനമുണ്ടാകട്ടെ, സംശയമില്ല അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. നമ്മുടെ ദാസന്മാരായ ഇബ്രാഹിം, ഇസ്ഹാക്ക്, യാക്കൂബ് എന്നിവരെയും നിങ്ങൾ ഓർക്കുക. കർമ്മശേഷിയും ദീർഘദൃഷ്ടിയുമുള്ളവരായിരുന്നു അവരൊക്കെ. പരലോകവിശ്വാസം എന്ന വിശിഷ്ട ഗുണം കാരണം നാം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. സംശയമില്ല അവർ നമ്മുടെ അടുത്ത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സച്ചരിതരിൽപ്പെട്ടവരാണ്. മറ്റൊരു സൂത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇബ്രാഹിം ഒരിക്കലും ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. വക്രതയില്ലാത്ത ദൈവത്തെ അനുസരിക്കുന്ന ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും യഹൂദവിശ്വാസിയുമായിരുന്നില്ല.